നമസ്കാരം, 𝗩𝗶𝗱𝗃𝗃𝗃 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റോർ പേജ് ബിൽഡർ യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് എങ്ങനെ ഒരു പേജ് ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ആരെയും കാണാതെ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെന്നിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെ എലമെൻറ്റോർ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റോറിലെ ബേസിക് എഡിറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, പിന്നെ അതിൽ ടെക്സ്റ്റ് ഫീൽഡ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, പിന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യാനും ഇമേജ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബട്ടൺ എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എലമെൻറ്റോർ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് പ്ലഗിൻസ് എന്നുള്ള ഓപ്ഷനിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എലമെൻറ്റോർ എന്ന് ഞാൻ സെർച്ച് ചെയ്യണം. എന്നിട്ട് ഈ ആദ്യം വന്നേക്കണ എലമെൻറ്റോർ വെബ്സൈറ്റ് ബിൽഡർ എന്നുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ പ്ലഗിൻ 𝗏𝗏𝗏 എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ ആദ്യം വന്നേക്കണ 𝗏𝗏𝗏 എലമെൻറ്റ്സ് എന്നുള്ള പ്ലഗിനാണ്. അതും ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഈ പേജ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മേളിൽ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണില്ല, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എലമെൻറ്റോർ പേജ് ബിൽഡർ. അപ്പോൾ ഇനി എനിക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മേളിലേക്ക് ഇവിടെ നമുക്ക് ഓരോരുത്തർ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്ഷനായിട്ട് തന്നെയാണ്. കണ്ടോ, ഇതൊരു സെക്ഷനാണ്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഒരു സെക്ഷൻ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ, അങ്ങനെ ടോട്ടൽ ഒരു 5-6 സെക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു പേജിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് എന്നുള്ള ഒരു ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആഡ് ന്യൂ സെക്ഷൻ എന്നുള്ളൊരു ബട്ടനാണ്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സെക്ഷൻ്റെ സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ തന്നെ 2 കോളംസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊരു കോളമാണ്, അതുപോലെ തന്നെ ഇത് അടുത്തൊരു കോളമാണ്. അപ്പോൾ അത് ഈ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഇഷ്ടമുള്ളൊരു സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്യണം. കണ്ടോ, ആ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പ്ലസ് ബട്ടൺ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്യാം. ആ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ മേളിൽ ഒരു സ്ക്വയർ ബട്ടൺ കാണാമല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പല വിഡ്ജറ്റ്സ് കാണാം. ഈ ബേസിക് എന്ന് കാണുന്നതെല്ലാം ഫ്രീ ആണ്, അതേസമയം പ്രോ എന്ന് കാണുന്നതെല്ലാം പെയ്ഡ് വെർഷൻ. ഇതിൻ്റെ പ്രോ വെർഷൻ പർച്ചേസ് ചെയ്തുള്ളവർക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ടോ, എനിക്കിവിടെ ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഇമേജ് മാറ്റാനായിട്ട് എനിക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ എനിക്കിവിടെ ഒന്നില്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചതാണ്. ഇനി എനിക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഫീൽഡ് കാണണമെങ്കിൽ അതിൻ്റെ മേളിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ഫീൽഡ് എങ്ങനെ ഫീൽഡിലെ ടൈറ്റിൽ ടെക്സ്റ്റ് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതെല്ലാം കാണാം. അപ്പോൾ എനിക്കിവിടെ ടെക്സ്റ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ എനിക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ടെക്സ്റ്റ് കളർ ഉണ്ട്. ആ ടെക്സ്റ്റ് കളർ എനിക്കിവിടെ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ ഇവിടെ ടൈപ്പോഗ്രഫി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫാമിലിയിൽ ഇഷ്ടമുള്ള ഫോണ്ട് ഫാമിലി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫോണ്ടാക്കി കണ്ടോ. അതുപോലെ തന്നെ എനിക്ക് ഈ ഫോണ്ട് മാറ്റി വേറൊരു ഫോണ്ട് ആക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഫോണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ ഫോണ്ട് സൈസ് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്തും കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ വെയിറ്റ് എനിക്കിവിടെ ഡിക്രീസ് ചെയ്തും ഇൻക്രീസ് ചെയ്തും കൊടുക്കാം. അതുപോലെ ഇത് ക്യാപിറ്റലൈസ് ചെയ്യണോ, അപ്പർ കേസ് ഫുൾ അപ്പർ കേസ് ആക്കണോ, ലോവർ കേസ് ആക്കണോ, ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല.
ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കണുള്ളൂ. ഇനി അടുത്തത് നമുക്കൊരു ഇമേജ് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കണ ഇമേജ് മാറ്റി പുതിയൊരു ഇമേജ് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഇമേജ് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആ ഇമേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഇമേജ് ഞാൻ എന്നിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് എനിക്കിവിടെ കണ്ടോ ഈ ഇമേജ് മാറ്റി ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ഫയൽസിൽ സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ഇൻസേർട്ട് ചെയ്യണം. കണ്ടോ, അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ഇമേജ് മാറി പുതിയൊരു ഇമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ആ ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു ബട്ടൺ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എനിക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ബട്ടൺ എനിക്ക് കാണാം. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പേജിലേക്ക് പോകണം. അതിനായിട്ട് ഇവിടെ എഡിറ്റ് ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ഈ പെൻ ടൂൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ബട്ടൺ ടെക്സ്റ്റ് നമുക്കിവിടെ ഉണ്ട്. അത് മാറ്റി കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ലേൺ മോർ എന്നുള്ള കൊടുത്തു. ലേൺ മോർ എന്ന് കൊടുത്തു. എന്നിട്ട് എനിക്ക് ആ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഏത് ലിങ്കിലേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ എബൌട്ട് പേജിൻ്റെ ലിങ്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ എബൌട്ട് എന്നുകൂടി സെർച്ച് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ എബൌട്ട് പേജിൻ്റെ ലിങ്ക്. അത് ഞാനവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ന്യൂ ടാബിൽ എൻ്റെ URL ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ഫോണിൻ്റെ അവിടെ മാറ്റിയത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് മാറ്റിയത് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലേൺ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ലോഡായി പുതിയ നമ്മുടെ എബൌട്ട് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആഡ് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കാതെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചേക്കണ ഒരു സെക്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പേജിൽ ഞാൻ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഇതിലൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഇവിടെ മീറ്റ് അവർ ടീം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഒരു സെക്ഷൻ കാണാം. അതെനിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ടീമിൻ്റെ ഒരു ബ്ലോക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് ഡിലീറ്റ് വെക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ തന്നെ നിൽക്കിയിട്ട് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ 𝗖𝗵𝗲𝘄𝘆𝗀 ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു പ്ലഗിൻ. അതിൻ്റെ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബ്ലോക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഏറ്റവും അറ്റത്ത് റൈറ്റിൽ കാണുന്ന ഫ്രീ ബ്ലോക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ടീം എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ടീം എന്നുള്ളൊരു ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാം. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അതിനായിട്ട് ഇവിടെ ഇൻസേർട്ട് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഇൻസേർട്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ നേരത്തെ ആ ഒരു ബ്ലോക്ക് മാറിയിട്ട് ഇപ്പോൾ പുതിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്കിവിടെ പിക്ചേഴ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ ഈ പിക്ചേഴ്സിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ ഓൾറെഡി നമ്മൾ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ പിക്ചർ മാറ്റണം, അതുകൊണ്ട് ഞാൻ ആ പിക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇൻസേർട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇത് ഞാൻ മാറ്റി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഇമേജിൻ്റെയൊക്കെ സൈസ് മൂന്ന് സൈസിലാണ് വന്നേക്കുന്നത്. നമുക്ക് സൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ഫോട്ടോഷോപ്പിലോ എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മൾ ഈക്വൽ സൈസായുള്ള 3 ഇമേജ് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ കാണിക്കണില്ല. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഏതെങ്കിലും സെക്ഷനാണ് കോണ്ടാക്ട് സെക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു സെക്ഷൻ ആഡ് നിൽക്കിയിട്ട് ഇവിടെ 𝗖𝗵𝗲𝘄 ഒരുപാട് ബ്ലോക്കുകൾ കാണാം. നിങ്ങൾക്ക് കണ്ടോ ഇതിൽ ഇഷ്ടം കോണ്ടാക്റ്റ് ഉണ്ട്, കോൾ ടു ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എബൌട്ടിന് FAQ അങ്ങനെ പലതരം സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഇനി എനിക്ക് ഈ സെക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു സെക്ഷൻ്റെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡോട്ട് കാണുന്നില്ലേ, അതാണ് എഡിറ്റ് സെക്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ആ സെക്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള
ഓപ്ഷൻ വരും. അതിൽ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ഡിഫോൾട്ടായിട്ട് വൈറ്റ് ആയിരിക്കും. എനിക്കിവിടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ആഷ് കളർ ആക്കിയപ്പോൾ കണ്ടോ ആ കളർ അവിടെ മാറി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ മാറ്റാനാണെങ്കിൽ ആ കോളം സെലക്ട് ചെയ്തിട്ട് നേരത്തെ അതുപോലെ തന്നെ സ്റ്റൈൽ ചെല്ലാം. എന്നിട്ട് ഇവിടെ കളർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലാസിക് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്. ഞാനിവിടെ ക്ലാസിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കണ്ടോ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് മാറ്റി പഴയ കളർ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ഏതായിരുന്നു കളർ എന്ന് വെച്ചാൽ ആ കളറിലേക്ക് തന്നെ മാറും. ഓക്കെ, ഇനി ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റ് ആവും. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ കുറക്കാൻ നോക്കാം. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഈ ഒരു സെക്ഷൻ്റെ വിഡ്ത്ത് കൂട്ടുക കുറക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ മേൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിഡ്ത്ത് കാര്യങ്ങൾ പാഡിങ് എല്ലാം കൂട്ടാം. എന്താ പറയുക, മാർജിൻ്റെ ടോപ്പ് സെക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ കണ്ടോ ടോപ്പിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങി തന്നെ കാണാം. അതുപോലെ തന്നെ എനിക്ക് ബോട്ടം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബോട്ടം സൈഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ബോട്ടം സൈഡ് അടിയിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളും ഈ ഒരു സെക്ഷൻ്റെ പാഡിങ് എനിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ടോപ്പിലെ പാഡിങ് കൂട്ടുമ്പോൾ അതുപോലെ ടോപ്പ് ഇൻക്രീസ് ആവണം. അതുപോലെ തന്നെ എനിക്ക് റൈറ്റിലെയാണ് പാഡിങ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് നോക്കിയാൽ കണ്ടോ റൈറ്റ് സൈഡിൽ നിന്ന് പാഡിങ് കൂടി തന്നെ കാണും. അതുപോലെ തന്നെ ലെഫ്റ്റിലാണെങ്കിലും ലെഫ്റ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ചാണ് കൂട്ടണത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ലിങ്ക് വാല്യൂസ് ടുഗദർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇനി ഇതെല്ലാം നമ്മളിവിടെ ലെഫ്റ്റിലെ കൂട്ടിയാലും ബോട്ടത്തിലെയും റൈറ്റിലെയും ടോപ്പിലെയും ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ അത് കുറച്ചാലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അൺലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈഡിലെ മാത്രം നമുക്ക് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡിഫോൾട്ട് വാല്യൂ തന്നെ പോവാണ്. 40 തന്നെ ആയിരുന്നു, അത് 40 തന്നെ ആക്കുകയാണ്. എന്നിട്ട് ഞാനിത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എലമെൻറ്റോറിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള ബേസിക് കാര്യങ്ങൾ. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബാക്കിയെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.